ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ഇരുവർക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അതിനാൽ രാജിവെക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് UDF നോട്ടീസ് നൽകി. നേരത്തെ കലാരാജുവിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവർ എന്തായാലും CPM-നോട് ഒത്തുപോകില്ല, കോൺഗ്രസിനായിരിക്കും അവരുടെ പിന്തുണ എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. അവിശ്വാസ പ്രമേയ ദിവസമായിരുന്നു ഈ പറയുന്ന കലാരാജു ഉൾപ്പെടുന്ന സംഘർഷം അവിടെ ഉണ്ടായത്. അതിനുശേഷം നഗരസഭ ആദ്യമായി ചേരുകയാണ്. ആ സമയത്താണ് വലിയ സംഘർഷം ഉണ്ടാകുന്നത്. കോടതിയിൽ കൊടുത്തിട്ടുള്ള രഹസ്യമൊഴി, ആ രഹസ്യമൊഴിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെയർപേഴ്സണും ആ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിനും മാത്രം അറിയാമെന്നിരിക്കെ ചെയർപേഴ്സൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രൂപത്തിൽ ബോബൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നടക്കുന്നത്? കൗൺസിൽ ചേർന്ന് തന്നെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ വൈസ് ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എല്ലാവരും രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് ചെയർപേഴ്സൺ അവതരണാനുമതി നിഷേധിച്ചു. ഇതിനെ തുടർന്നുള്ള വാക്കുതർക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UDF അംഗം ബോബൻ വർഗീസ് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ കൗൺസിൽ ബഹളത്തിന് ഇടയാക്കിയിരിക്കുന്നത്. 18-ാം തീയതി നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ 2 UDF അംഗങ്ങൾക്കെതിരെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 2 UDF അംഗങ്ങൾക്കെതിരെ കേസ് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ നൽകിയ മൊഴിയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പരാമർശം ബോബൻ വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് മോശം പരാമർശമാണെന്നാണ് ഇപ്പോൾ ഭരണപക്ഷം ആരോപിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ നഗരസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കലാരാജു ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ട് നഗരസഭയിലെത്തി. കലാരാജുവിനെതിരെ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. വൻ പോലീസ് സംരക്ഷണം കലാരാജുവിന് നൽകിയിട്ടുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിലാണ് ഭരണ പ്രതിപക്ഷ വാക്കേറ്റം നടക്കുന്നത്. കലാരാജുവും പങ്കെടുക്കുന്നുണ്ട്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതിഷേധമായ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാരാജു വൈസ് ചെയർമാൻ രാജിവെക്കണം ആവശ്യം. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. കലാരാജു CPM-നൊപ്പമില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും നേരത്തെയും ഒരു അവിശ്വാസ പ്രമേയത്തിന് ഉള്ള സാഹചര്യം കൂത്താട്ടുകുളം നഗരസഭയിൽ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകലും തുടങ്ങിയ സംഘർഷങ്ങളുമൊക്കെ അവിടെ അരങ്ങേറിയത്. ഇപ്പോൾ അല്പം മുൻപ് കലാരാജു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. താൻ ഒരു തരത്തിലും തനിക്കൊപ്പം നിൽക്കാത്ത, തന്നെ ഇത്രയധികം പൊതുജന മധ്യത്തിൽ അപമാനിച്ച ഒരു പാർട്ടിക്കൊപ്പം താൻ ഇനി നിൽക്കില്ല എന്നവർ മാധ്യമങ്ങളോട്. അതിനിടയിൽ അവരുടെ മകനെതിരായി കേസ് കൊടുക്കുകയുണ്ടായി. ഒരു CITU നേതാവിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത് കള്ളക്കേസാണെന്ന് പോലീസ് തന്നെ കണ്ടെത്തുകയുണ്ടായി. ഈ ബാലു എന്ന് പറയുന്ന ആൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, എറണാകുളത്തായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായി ഒരു കോർണർ ചെയ്യുന്ന തരത്തിലുള്ള നിലപാടുണ്ടാകുന്നു എന്നുള്ളത് പോലീസ് അടക്കം സ്ഥിരീകരണം നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്തായാലും ബഹളമയമായി കൂത്താട്ടുകുളം നഗരസഭ മുന്നോട്ട് പോവുകയാണ്. പ്ലക്കാർഡുകൾ, പോസ്റ്ററുകളുമൊക്കെ ആയിട്ടാണ് ആളുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഭരണപക്ഷം രാജിവെക്കണം എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന UDF ആണോടെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർ ഉയർത്തുന്ന ആവശ്യം. പ്രത്യേകിച്ചും കലാരാജുവിന്റെ ഒരു പിന്തുണ CPM-ന് നഷ്ടപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷം നഷ്ടമായെന്നാണ് UDF. എന്തായാലും ഇപ്പോൾ ചെയർപേഴ്സണെതിരെ UDF അംഗങ്ങൾ നടത്തിയ അവിശ്വാസത്തിൽ തന്നെയാണ് കലാരാജു ഉള്ളത്. ഇനി മുതലുള്ള അങ്ങയുടെ രാഷ്ട്രീയ നിലപാട് UDF-നൊപ്പമാണ്. എന്തായാലും ഇവരുടെ സമരത്തിനൊപ്പം നിൽക്കുകയാണ്. ഉറപ്പിക്കുക
എന്തൊക്കെയാണ് അവരുടെ സമരം? സംഭവമാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ അതെ ഇവർക്കൊപ്പം തങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണോ? അതെ നീതിക്ക് വേണ്ടിയുള്ള സമരം. എന്നാലും ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നീക്കുക. എന്റെ സംഭവമാണല്ലോ ഇവിടെ വന്നത്. അപ്പൊ അതിന്റെ ഒപ്പം അതെ കാരണം ഇത് ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ വിഷയമാണല്ലോ ഇത്. അപ്പൊ ഞാൻ ഇവരുടെ ഒപ്പം നിൽക്കണ്ടേ? അപ്പൊ അങ്ങനെ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയർപേഴ്സൺ. അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധത്തിൽ പ്രതിപക്ഷത്തിനൊപ്പമാണ് തന്റെ നിലപാടെന്നുള്ളതാണ്. അതായത് നഗരസഭയിൽ തന്നെ കലാരാജു, CPM കൗൺസിലറായ കലാരാജു തന്നെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭരണപക്ഷത്ത് നിന്ന് മാറി പ്രതിപക്ഷത്തിനോടൊപ്പമാണ് ഇപ്പോൾ കലാരാജു പ്രതിഷേധം നടത്തുന്നത്. നഗരസഭയിൽ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ കലാരാജു ഒപ്പം ചേർന്നിരിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് നഗരസഭയിൽ തന്നെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാട് കലാരാജു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ CPM കൗൺസിലറായി CPMനൊപ്പം ചേർന്ന് നിന്നിരുന്ന കലാരാജു ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ്. ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ കലാരാജു പിന്തുണ നൽകിയിരിക്കുന്നത്. കലാരാജു അങ്ങനെ പ്രത്യക്ഷമായി തന്നെ നഗരസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ്, UDF-നൊപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കാളിയാവുകയാണ്. കലാരാജുവിന് കൂടി നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ UDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനൊപ്പം താൻ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടുത്തളത്തിൽ വന്ന് കുത്തിയിരിക്കുകയാണ് കൗൺസിലർ കലാരാജു. തുടരെ കള്ളങ്ങൾ ആവർത്തിക്കുകയാണ് ഭരണപക്ഷം ചെയ്തത് എന്നാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താൻ ഈ സമരത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് കൗൺസിലർ കലാരാജു. സഭാ നടപടികൾ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ നിൽക്കുകയാണ് നഗരസഭ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കുക. മാനം കെട്ടൊരു ഭരണക്കാരെ, മാനം കെട്ടൊരു ഭരണക്കാരെ, നിങ്ങൾക്കെതിരെ പ്രതിഷേധം. ഈ നാടകങ്ങൾക്ക് എല്ലാം മുന്നേ ഇരുത്തത് നടത്തിപ്പെടുന്നതാണ്. അതൊക്കെ എനിക്ക് പൊതുസമൂഹത്തിന് പറയണം. അത്തരത്തിലല്ല സംഭവങ്ങൾ ഉണ്ടായത്. എൻ്റെ ഭാഗങ്ങൾ പൊതുസമൂഹത്തിന് പറയണം.